697 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ മണ്ഡലത്തിൽ ചെയ്തത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നമുക്ക് ഈ വെള്ളത്തിൽ ഒരുപാട് വര വരക്കാം, പക്ഷെ ആ വരയാടെ നിൽക്കണമെന്നില്ല. പറയുന്നൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്ന് ഈ മാലോകർക്കറിയാം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി നടന്ന സഖാവ് AKG രാമണ്ണറെ, ടി ഗോവിന്ദൻ, സഖാവ് P കരുണാകരൻ അടക്കമുള്ള MP-മാരുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ 1% പോലും ഇവിടെ നടന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നല്ല രീതിയിൽ വർത്തമാനം പറയാം. ഓക്കെ, ഒറ്റ ചോദ്യം കൂടി. ഇപ്പോൾ വിവാദമായിരിക്കുന്നൊരു കാർഡുണ്ടല്ലോ, ആ അടിച്ച കാർഡ്, അത് എന്ത് ചെയ്യും? ഈദ് ആശംസകൾ, റംസാൻ ആശംസകൾ, എന്താ സംഭവം അത്? ഞാൻ ഈ രാവിലെ മുതൽ ഒരു 6:30-7 മണിക്ക് മുമ്പേ ഞാൻ ഫീൽഡിൽ ഇറങ്ങും. ഞാൻ രാത്രി 12:30-1 മണിക്കാണ് തിരിച്ചു വരുന്നത്. ഞാൻ ഈ സ്വീകരണ തിരക്കിലായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അതായത് ഈ പ്രചരണ കാർഡിൽ ഈദ് ആശംസകൾ വെച്ചത് അറിയില്ല, അങ്ങനെ പ്രചരണത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ല. എനിക്ക് അതിനെ സംബന്ധിച്ച് അത് വിതരണം ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. സതീഷ് ചന്ദ്രൻ പറഞ്ഞത് വിതരണം ചെയ്തിട്ടില്ല, അതിൽ റംസാൻ ആശംസകൾ എന്ന് വെക്കുന്നതിന് പകരം റംസാൻ ആശംസകൾ എന്നായിപ്പോയി എന്നോ മറ്റോ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് കാർഡ് വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നില്ലേ, അതോ അച്ചടി പിശക് മൂലം പിൻവലിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ ഇന്നലെ അർദ്ധരാത്രിയാണ് വീട്ടിലെത്തുന്നത്. ഇന്ന് രാവിലെ ഇറങ്ങി. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് എന്താണ്, ആ കാർഡ് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്താണ് സംഭവിച്ചുള്ളത്. എന്തായാലും അങ്ങനെ ഒരു വിവാദമായ പശ്ചാത്തലത്തിൽ ആ കാർഡിന് എന്തായാലും വിതരണം ചെയ്യില്ലല്ലോ അല്ലേ? അല്ല, അത് സതീഷ് ചന്ദ്രനോട് ചോദിക്കൂ. മണ്ഡലം സെക്രട്ടറി എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കും. ഇങ്ങനെ എന്തിനാണ് അഭിപ്രായ വ്യത്യാസം? അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കണമല്ലോ. സതീശന്ദ്രൻ പറഞ്ഞത് അത് പ്രചരണത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. പക്ഷേ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ അതിൽ ചില അച്ചടി പിശക് വന്നതുകൊണ്ട് അത് വിതരണം ചെയ്യാതെ തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. വിതരണം ചെയ്തിട്ടില്ല, അതുകൊണ്ട് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വരില്ല എന്നാണ്. ഞാൻ അന്വേഷിക്കട്ടെ അത് സംബന്ധിച്ച്. ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് ഇപ്പോൾ ശരിയാണ്, വിഷു വരുന്നു, ഓണം വരുന്നു, നമ്മളെല്ലാ ആശംസകളൊക്കെ അറിയിക്കാറുണ്ട്. ഒരു പൊതുവെ ഒരു മതേതര ആശംസയായിരിക്കില്ലേ നല്ലത്? അല്ല, ഞാൻ ഒരു മതത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിരല്ല. ഈ നമ്മുടെ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട 6 മതങ്ങൾ, 142 കോടി ജനങ്ങൾ, വിശ്വസിക്കുന്നവർ, വിശ്വസിക്കാത്തവർ, ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന മാതൃകാ രാജ്യമാണ് നമ്മുടേത്. അതിൽ വെള്ളം ചേർക്കാനും അതിൽ അപഭ്രംശം ഉണ്ടാക്കാനും ശ്രമിക്കുന്നവർക്ക് എതിരാണ് ആർജവത്തോടു കൂടി ഈ ഇടതുപക്ഷ ജനാധിപത്യം. ഒറ്റ കാര്യം കൂടി പറയാം, അങ്ങനെ കാർഡ് ഏതെങ്കിലും മതപരമായിട്ടുള്ള ആഘോഷങ്ങളുടെയോ വിശ്വസവുമായി ബന്ധപ്പെട്ട് അടിക്കാനായിട്ട് മാഷ് പറഞ്ഞിട്ടില്ല. എനിക്കറിയേയില്ല, എൻ്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു ഇതുണ്ട്, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഓക്കെ, താങ്ക് യു മാഷെ, താങ്ക്സ് എ ലോട്ട് മാഷെ, താങ്ക് യു. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ മാഷെ താങ്ക് യു. അയ്യോ, തിരിച്ചങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ട് പറയേണ്ട കാര്യം ഇങ്ങോട്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഗംഭീരമായി ഈ റൗണ്ട് പൂർത്തിയാക്കി ജൂൺ 4-ാം തീയതി കഴിയുമ്പോൾ കാസർഗോഡിന്റെ സ്നേഹം അങ്ങ് അറിയട്ടെ. ജയിക്കണ്ടേ നമ്മളല്ലോ എന്ന് ഞാൻ പറയണോ മാഷേ? എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത സ്ഥാനാർത്ഥിയെ എങ്ങനെ ഫേസ് ചെയ്യും മാഷേ? അത് ചോദ്യം അല്ലേ? മാഷിനെ കുഴപ്പിക്കാൻ നോക്കിയതാ, വീടില്ല ഞാൻ. പക്ഷേ എങ്കിലും മാഷേ, ഒരു മാഷ് എന്ന നിലയിലുള്ള ഒരു നാടിന്റെ സ്നേഹമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ സ്നേഹത്തോടുകൂടി നമ്മൾ യാത്ര ചെയ്യുന്നു. നല്ല വെള്ളം കുടിക്കണം, കാരണം ഇപ്പൊ 2 ഡിഗ്രി സെൽഷ്യസ് താപനില കൂടും. ഞാൻ സ്വയം ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നുണ്ട്. ആര് കുടിപ്പിക്കുന്നുണ്ടോ? രാജ്മോഹൻ ഉണ്ണിത്താൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്വയം കുടിക്കുന്നുണ്ട്, വേറെ ആരും കുടിപ്പിക്കണ്ട. നടക്കില്ല. ഓക്കെ, താങ്ക് യു മാഷെ, താങ്ക്സ് അപ്പൊ കുഞ്ഞു